ഈ ഫെഡറൽ സംവിധാനത്തിൻ്റെ മര്യാദകൾ പാലിക്കാതെ നോർത്ത് ഇന്ത്യൻ അല്പത്തരവുമായിട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ കേരളത്തിലെ ആളുകൾ എങ്ങനെ നോക്കിക്കാണും എന്നുള്ള കാര്യം BJP ഒന്ന് പരിശോധിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് BJPയുടെ കുറച്ച് ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. അവരിലൊരു ആവേശം ഉണ്ടാക്കും. നാളെ ഇപ്പോൾ LDF മാറിയിട്ട് UDF അധികാരത്തിൽ വന്നു എന്ന് കരുതുക. UDFനോടും BJP ഇതേ രീതിയിലല്ലേ പെരുമാറത്തുള്ളൂ. ഇത് ഫെഡറൽ സംവിധാനങ്ങളോടുള്ള ഒരു ബഹുമാനക്കുറവാണ്, അനീതിയാണത്. മുഖ്യമന്ത്രി ആ പരിപാടി ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ അപമാനം വേറെ എന്തുണ്ട് BJPക്ക്? ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം BJPയുടെയും NDAയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷത്തിനുമുണ്ട്, കേരളത്തിലെ ഭരണപക്ഷത്തിനുമുണ്ട്. നമസ്കാരം. കേരളത്തിൽ ഇന്നൊരു പുതിയ വിവാദം ആളിക്കത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നു. ദേശീയപാത 66 ഒരു പ്രധാന സെക്ഷന്റെ ഉദ്ഘാടനം. പക്ഷേ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ക്ഷണമില്ല. ഇത് മുഖ്യമന്ത്രി അടക്കം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു പ്രതിഷേധിക്കുകയാണ്. കേരളം കൂടി ഫണ്ടിങ് നടത്തിയ 5000 കോടിയിലധികം കേരളം കൂടി ഇറക്കിയ അത്യാവശ്യം സ്ഥലമേറ്റെടുപ്പിനും കഷ്ടപ്പെട്ട ഒരു പദ്ധതി, ഒരു ഘട്ടത്തിൽ മുടങ്ങിപ്പോകുമെന്ന അവസ്ഥ വരെ എത്തിയൊരു പദ്ധതി, ഇതിന്റെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് ഏറ്റെടുക്കാനുള്ള BJPയുടെ ശ്രമം, കേന്ദ്രത്തിന്റെ ശ്രമം, ഇത് തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകം. വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റ് കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ ആഞ്ഞടിക്കും? അതായത് ഈ ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, അത് എന്താണ് എന്നുള്ളത്. അതായത് ഈ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന സമയത്ത് അതിനുശേഷം കേരളം രൂപീകരിച്ചതിന് ശേഷവുമൊക്കെ കേന്ദ്ര സർക്കാരുമായിട്ട് നമ്മളുടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതൊന്നെടുത്ത് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളോട്, പ്രത്യേകിച്ച് കേരളത്തിലെ BJP നേതാക്കന്മാരോട് പറയാനുള്ളത്. ഈ ഫെഡറൽ സംവിധാനത്തിൻ്റെ മര്യാദകൾ പാലിക്കാതെ നോർത്ത് ഇന്ത്യൻ അല്പത്തരവുമായിട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ കേരളത്തിലെ ആളുകൾ എങ്ങനെ നോക്കിക്കാണും എന്നുള്ള കാര്യം BJP ഒന്ന് പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് BJP ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. കാരണം സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് BJPയുടെ കുറച്ച് ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. അവരിലൊരു ആവേശം ഉണ്ടാക്കും. സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ ഒരു BGM ഒക്കെ ഇട്ട് അവരുടെ സൈബർ ഇടങ്ങളിലൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. എന്നാൽ യാഥാർത്ഥ്യം അതാണോ? ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു അവഗണന മാത്രമാണോ? ഇത് കേരള സംസ്ഥാനത്തോടുള്ള അവഗണനയല്ലേ? നാളെ ഇപ്പോൾ LDF മാറിയിട്ട് UDF അധികാരത്തിൽ വന്നു എന്ന് കരുതുക. UDFനോടും BJP ഇതേ രീതിയിലല്ലേ പെരുമാറത്തുള്ളൂ. മറ്റൊരു പെരുമാറ്റം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UDFും LDFും യോജിച്ച് നിന്നുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഫെഡറൽ സംവിധാനങ്ങളോടുള്ള ഒരു ബഹുമാനക്കുറവാണ്, അനീതിയാണത്. അത് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇന്നിപ്പോൾ സമാന്തര ഉദ്ഘാടന പരിപാടിയുമായിട്ട് സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വരികയാണ്. അപ്പോൾ ഇത് UDFിൻ്റെ ഇതിലുള്ള നിലപാട് എന്താണ്? പ്രതിപക്ഷ നേതാവിന് ഇതിലെന്താണ് പറയാനുള്ളത്? നമുക്കറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. കേരളത്തിലെ പൊതുസമൂഹത്തിനും ഇതറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്. കാരണം 5600 കോടിയോളം രൂപ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് മുടക്കി സ്ഥലമേറ്റെടുത്ത്, കാരണം ഒരു പദ്ധതിയുടെ നടത്തിപ്പിന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥലമേറ്റെടുപ്പാണ്. എന്തെല്ലാം ദുർഘടം പിടിച്ച പ്രശ്നങ്ങളിലൂടെ അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അങ്ങനെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അറിയിച്ചില്ല എന്ന് പറയുമ്പോൾ അതെന്തും മര്യാദയാണ്? കാരണം ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച ഒരു സർക്കാരാണിത്. നമുക്കറിയാലോ, ദേശീയപാതയിലൊരു റോഡ് തകർന്നതൊക്കെ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അന്ന് സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞു. സംസ്ഥാന സർക്കാരാണോ ഈ ദേശീയപാത പണിത്? ഇത് കേന്ദ്ര സർക്കാർ നേരിട്ടാണല്ലോ ഇതിന് ടെൻഡർ കൊടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അന്ന് ദേശീയപാതയുടെ ആ ഒരു നിർമ്മാണ തകരാറിനെതിരെ ശക്തമായിട്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷമാണ് ആ ഒരു തകരാറ് പരിഹരിക്കുകയും അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? അതായത് ഈ തോമസിന്റെ പറമ്പിൽ ഞാൻ വീട് പണിയുന്നു, അതിനുശേഷം ഉദ്ഘാടനത്തിന് ഞാൻ തോമസിനെ വിളിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് തന്നെയാണിത്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഇതിനെ പച്ചയായിട്ട് പറയുകയാണെങ്കിൽ അല്പത്തരം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നോർത്ത് ഇന്ത്യൻ അല്പത്തരവുമൊക്കെ ആയിട്ട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ സംഭവിക്കുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, കേരളം സാക്ഷരതയിൽ മുൻപന്തിയിലാണ്. ചിന്തിക്കാൻ ശേഷിയുള്ള ആളുകളാണ് മലയാളികൾ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല. പക്ഷെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിൽ പങ്കെടുക്കുന്നു. ഇതാദ്യമായിട്ടല്ല BJP ഈ പരിപാടി ചെയ്യുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലും
BJP സംസ്ഥാന അധ്യക്ഷൻ വേദിയിൽ കയറിയിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കുഴപ്പമൊന്നുമില്ല. BJP സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ക്ഷണിക്കപ്പെടേണ്ട ആൾ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ക്ഷണിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാന വ്യക്തിയെ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമാക്കേണ്ട പ്രധാന വ്യക്തിയെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് മര്യാദയാണത്? പരിഹാസം കലർന്ന ഒരു മറുപടിയാണ് ഇതിന് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നിരിക്കുന്നത്. എന്താ പറയുക? മന്ത്രിയെ വിളിച്ചാൽ പോരെ, മരുമോനും കൂടി കൊണ്ടുവരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അത് പ്രോട്ടോകോൾ അറിയാത്തത് കൊണ്ടായിരിക്കില്ല. ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരുമോൻ മാത്രമാണല്ലോ മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രിയുടെ മരുമാനമായിട്ടല്ലല്ലോ മുഹമ്മദ് റിയാസ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് SFIയിലൂടെയും DYFIയിലൂടെയും ഒക്കെ ഒരുപാട് സമര പോരാട്ടങ്ങൾ നടത്തി മുമ്പോട്ട് വന്നിട്ടുള്ള ആളാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് റിയാസ് എന്ത് മിനിസ്റ്ററാണ് എന്നുകൂടെ അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ പ്രോട്ടോകോൾ പോലും അറിയാൻ പാടില്ലാത്ത ആളായിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തരം താഴരുത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ജന്മിത്തത്തിൻ നാളുകളിൽ എന്ന് പറഞ്ഞിട്ടൊരു മുദ്രാവാക്യമുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇങ്ങനെ അകറ്റി നിർത്തുക, ചില ആളുകളെ അകറ്റി നിർത്തുക, ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളെ മാത്രം അടുപ്പിച്ച് നിർത്തുകയും ബാക്കി ചില ആളുകളെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നതെങ്കിൽ BJP അതിന് വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. ഇതുവരെയായിട്ടും പ്രതിപക്ഷ നേതാവ് ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ? ഇത് സംസ്ഥാന സർക്കാരിന് നേരെയുള്ള ഒരു അവഗണനയല്ലേ? ഒരു വകുപ്പിന് നേരെയുള്ള ഒരു അവഗണനയല്ലേ? ആ അവഗണന എന്താണ് കാണാണ്ട് പോകുന്നത്? നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് PV അൻവറിന് BJPയുമായിട്ട് അടുത്ത ബന്ധമാണെന്ന്. കാരണം ഇങ്ങനത്തെയൊക്കെ അല്പത്തരം കാണിക്കുമ്പോൾ അതൊക്കെ നമ്മൾ സംശയിച്ചു പോകേണ്ടി വരും. അത് ബാലിശമാണ് എന്ന് തോന്നിയേക്കാം. പക്ഷെ ഇത് പച്ചയ്ക്ക് അല്പത്തരമല്ലേ, വെറും അല്പത്തരം എന്നല്ലാണ്ട് വേറെന്താ പറയുക? ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിന് സമാന്തര ഉദ്ഘാടനവുമായി രംഗത്ത് വരുന്നു. ഈ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPMനെ സംബന്ധിച്ചിട്ട് അവരുടെ സംഘടനാ സംവിധാനം വെച്ചിട്ട് ഈ സംസ്ഥാനത്ത് ഒരു സമാന്തര ഉദ്ഘാടനം സംഘടിപ്പിക്കാനായിട്ട് എത്ര മിനിറ്റ് വേണ്ടി വരും? നമ്മുടെ ഈ വീഡിയോ 2 മണിക്കായിരിക്കും ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. നമ്മളിത് ഷൂട്ട് ചെയ്ത് 11:30-ക്കാണ്. 11:30 കഴിഞ്ഞ് 2 മണിക്ക് ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത് ഈ സമാന്തര ഉദ്ഘാടന പരിപാടി രാമനാട്ടുകര വെങ്ങളം റീച്ചിൽ നടന്നിട്ടുണ്ടാവും. ദേശീയപാതയിൽ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കും. മുഖ്യമന്ത്രി ആ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. പ്രധാനമന്ത്രി സംസ്ഥാനത്ത് വരുന്ന സമയത്ത് ഈ മുഖ്യമന്ത്രി ആ പരിപാടി ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ അപമാനം വേറെ എന്തുണ്ട് BJPക്ക്? ഈ അല്പത്തരം കാണിക്കുന്നതൊക്കെ ഇത് ആരാണെന്നേ. ഇതിനു മുമ്പ് കൊച്ചിയിൽ വൈസ് പ്രസിഡന്റ് വരുന്ന സമയത്ത് മേയറെ ക്ഷണിക്കാത്ത ഒരു പ്രശ്നം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ, കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടായിരുന്നു അന്ന് മേയറെ ക്ഷണിക്കാതിരുന്നത്? എനിക്കത് സെന്റ് തെരാസസിൽ നടന്ന എന്തോ ഒരു പരിപാടിക്കാണ്. പ്രസിഡന്റ് പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് മേയറെ ഒഴിവാക്കി നിർത്തുന്ന രീതി. അപ്പോൾ ഇങ്ങനെ അല്പത്തരം കാണിക്കുന്ന ആരാണ് ഈ BJPയുടെ നേതൃത്വത്തിലുള്ളത്? BJP സത്യത്തിൽ കേരളത്തിൽ വളരാൻ വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത്, അതോ ഇങ്ങനത്തെ കോമാളിത്തരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹം ചോദിച്ചാൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ലല്ലോ. ഏതൊക്കെയാലും ഒരു കാര്യം പറയാം, സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. LDFലെ എല്ലാ ഘടകകക്ഷികളും പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നോക്കിക്കാണേണ്ടത് പ്രതിപക്ഷ നിലപാട്, അതായത് UDFന് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്നാണ് അറിയേണ്ടത്. ഇത് ഫെഡറൽ സംവിധാനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണിത്. ഇതിനെ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. നേരത്തെ വായ്പ എടുക്കലിന്റെ പരിധി വെട്ടിക്കുറച്ചത് നമ്മൾ മറന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ കേരള സംസ്ഥാനത്തെ ഏതെല്ലാം രീതിയിൽ അവഗണിക്കാൻ സാധിക്കുമോ ആ ഒരു കേന്ദ്ര അവഗണന എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒന്നല്ല. കാരണം കേരളത്തിലെ വിവിധ വകുപ്പുകൾ നടത്തിയിട്ടുള്ള പദ്ധതികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം അത് കിട്ടുന്നില്ല. നമ്മുടെ റേഷൻ സംവിധാനത്തിൽ പോലും നമ്മളോടൊരു തൊട്ടുകൂടായ്മ കാണിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നാളെ UDF അധികാരത്തിൽ വന്നാലും ഇതൊക്കെ തന്നെയും കേന്ദ്രം തീർച്ചയായിട്ടും അത് പ്രതിപക്ഷം അല്ല. അത് അന്ന് കാരണം കേരളത്തിലെ പ്രബലമായിട്ടുള്ള 2 മുന്നണികൾ ഏതാണ്? ഒന്ന് UDFും മറ്റൊന്ന് LDFുമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഈ പറഞ്ഞ 2 കക്ഷികളും, ഈ 2 മുന്നണികളും. അപ്പോൾ ഇങ്ങനെ BJP നയിക്കുന്ന NDAക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ, അതും ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം BJPയുടെയും NDAയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷത്തിനുമുണ്ട്, കേരളത്തിലെ ഭരണപക്ഷത്തിനുമുണ്ട്. അതിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഭാവിയിൽ കേരളത്തിന് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും എന്ന് പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ അല്പത്തരം, നോർത്ത് ഇന്ത്യൻ അല്പത്തരം കേരളത്തിൽ വിലപ്പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക.